എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് സന്തോഷകരമായിക്കൊണ്ട് നാളെ മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളും അതുപോലെ തന്നെ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളുമാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജൂൺ മാസത്തേതിന്റെ വിതരണം നാളെ വൈകുന്നേരത്തോടുകൂടി ആരംഭിക്കും എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ 4 ദിവസം മുമ്പ് അറിയിച്ചിട്ടുള്ളത്. ഇലക്ഷന് മുമ്പ് അത് നൽകാൻ തീരുമാനിച്ചിരുന്നു എങ്കിലും അതിന്റെ അനുമതി ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷന് പിറ്റേ ദിവസം, ഇന്ന് നിലമ്പൂർ ഇലക്ഷൻ നടക്കുകയാണ്, ഇതിന് പിറ്റേ ദിവസമായിട്ട് ഇതിന്റെ വിതരണം നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നത്. എന്തായാലും നാളെ വൈകുന്നേരത്തോടു കൂടി തുക എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 4 മണിക്ക് ശേഷം ഏത് നിമിഷവും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്താം. 4 മണിക്ക് ശേഷം തുക എത്തുമ്പോൾ എല്ലാ ആളുകൾക്കും നാളെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിക്കൊള്ളണം എന്നില്ല. അങ്ങനെ കുറവുള്ള ആളുകൾക്ക്, അത് എത്താത്ത ആളുകൾക്ക് ശനിയാഴ്ചയായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. കേന്ദ്ര വിഹിതം കുറവുള്ള ആളുകൾക്ക്, അതായത് 300, 200, 500 കുറവുള്ള ആളുകൾക്ക് ആ ഒരു തുക ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ലഭിക്കുക. തുടർച്ചയായിട്ട് ഈ ഒരു തുക നമുക്ക് ലഭിക്കാതിരിക്കുന്നുണ്ട് എങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആ വിവരം അറിയിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. പല ആളുകളും മെയ് മാസത്തെ തുക ലഭിച്ചിട്ടില്ല, മെയ് മാസത്തിൽ കേന്ദ്രവിഹിതം ലഭിച്ചിട്ടില്ല, അങ്ങനെ നിരവധി കമന്റുകൾ കാണാനിടയാവാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള തുകയാണ്, അത് നഷ്ടപ്പെടരുത്. അതിന് നിങ്ങൾ കൃത്യമായിട്ട് അത് ചോദിച്ച് അത് എവിടെ നിന്നാണ് അത് കിട്ടേണ്ടത്, അത് നിങ്ങൾക്ക് എന്തായാലും നിർബന്ധമായിട്ടും കിട്ടിയിരിക്കണം. അത് കിട്ടുന്നില്ല എന്ന് കരുതിക്കൊണ്ട് പിന്നെ അടുത്ത മാസം കിട്ടും എന്ന് കരുതിയിരിക്കരുത്. ഒരു മാസത്തേത് മുടങ്ങുമ്പോൾ അത് പഞ്ചായത്തിൽ അറിയിക്കണം. എന്തുകൊണ്ടാണ് അത് മുടങ്ങിയിട്ടുള്ളത് എന്ന് പരിശോധിക്കുകയും വേണം. മറ്റും നമ്മൾ കാത്തിരിക്കുന്ന മസ്റ്ററിംഗ് അടുത്ത ബുധനാഴ്ച മുതലാണ് ആരംഭിക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെ നേരത്തെ പോയിട്ട് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആദ്യഘട്ടത്തിൽ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തുന്നവർക്കായിരിക്കും മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കുക. 2 മാസത്തെ സാവകാശമാണ് മസ്റ്ററിങ്ങിനുള്ളത്. ഈ ഒരു സാവകാശത്തിൽ മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് ആരുടെയും പെൻഷൻ മുടങ്ങില്ല. പക്ഷേ ഓഗസ്റ്റ് 24 വരെയാണ് സമയം നൽകിയിട്ടുള്ളത്. പിന്നീട് സർക്കാർ നീട്ടിയിട്ടില്ല എങ്കിൽ ഓഗസ്റ്റ് 24 മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ പെൻഷൻ സെപ്റ്റംബർ മാസം മുതൽ മുടങ്ങി പോകുന്നതാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ആധാർ കാർഡുമായി എത്തി മസ്റ്ററിംഗ് ചെയ്യണം. അത് എല്ലാ ആളുകളും എന്ന് പറയുമ്പോൾ 2024 ഡിസംബർ 31 മുമ്പ് പെൻഷൻ പാസ്സായിട്ട് ഉള്ള ആളുകളാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത്. അപ്പോൾ ഡിസംബർ മാസത്തിൽ പെൻഷൻ പാസ്സായവർക്കാണ് ജനുവരി മാസത്തിൽ പെൻഷൻ ലഭിച്ചു തുടങ്ങുക. അപ്പോൾ ജനുവരി മാസത്തിൽ പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുള്ള ആളുകൾ നിങ്ങൾ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടി ആധാറുമായിട്ട് സേവനയിൽ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. അത് ഇപ്പോഴല്ല, 25-ാം തീയതിക്ക് ശേഷം പരിശോധിച്ചാൽ മതി. സ്വന്തമായിട്ട് കഴിയുന്നില്ല എങ്കിൽ ഒരു അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് നിങ്ങൾ ചെയ്യണമോ വേണ്ടയോ എന്നൊന്ന് പരിശോധിക്കുക. ആരും ഇത് ചെയ്യാത്തത് കൊണ്ട് നഷ്ടപ്പെടരുത്. കഴിഞ്ഞ വർഷം ലക്ഷക്കണക്കിന് ആളുകളുടേത് പെൻഷൻ മുടങ്ങിയിരുന്നു മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട്. അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. മസ്റ്ററിംഗ് ബുധനാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. 2 മാസത്തെ സാവകാശമുണ്ട്, അതിനിടയിൽ ചെയ്താൽ മതി. ധൃതി വെക്കേണ്ടതില്ല എങ്കിലും നേരത്തെ പോവുകയാണ് എങ്കിൽ തിരക്കിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. മാത്രമല്ല, അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് വീടുകളിൽ എത്തി മസ്റ്ററിംഗ് ഒക്കെ ചെയ്യാനുള്ള അവസരം അവസാന സമയത്താണ് ഒരുക്കുക. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ കഴിയുന്ന ആളുകൾ, അക്ഷയയിൽ പോകാൻ കഴിയുന്ന ആളുകൾ ആ സമയത്തേക്കൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കാതെ നേരത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം.